ഇവിടെ മീൻകറി ചട്ടി ഉണ്ടോ? ഇതൊരു പ്രത്യേകതയുള്ള ചട്ടിയാണ്. മമ്മിയുടെ വേറൊരു ചട്ടി കാണിച്ചു തരാം. അരിഞ്ഞ് വെച്ചേക്കണത് തന്നെ ഫസ്റ്റിലാന്ന് നോക്കിയേ. അതിനാ മുഴുവൻ വലുതായിട്ട് കത്തി വെച്ച് കുത്തുന്ന. ശരി, ഞാൻ പോവാ. ഇതുകൊണ്ടാണ് അടുക്കള കയറാത്തെ. അമ്മേ, ഇത് ആടിക്കഴിഞ്ഞാൽ അരിയാൻ പാടാട്ടോ. എന്നാ അങ്ങ് അരിഞ്ഞോ. ഇതാ ചോപ്പറിനകത്തേക്ക് ഇട്ട് അരിഞ്ഞ് കിട്ടില്ലെന്ന്. ആ ചോപ്പർ പോയെന്നേ. ചോപ്പർ നന്നാക്കാൻ കൊണ്ടുപോയി കൊടുത്തേക്കുക. അതിഞ്ഞ് എവിടെ നിന്ന് നന്നാക്കാനാ? ആകെ 10,000 രൂപയുടെ ഒരു സാധനം മേടിച്ചിട്ട് 2-3 വർഷമായി. അത് നന്നായില്ലെങ്കിൽ വേറെ പുതിയത് മേടിക്കണം. ശരിക്കും ചോപ്പറിനകത്തിട്ട് അരിയാവുന്നേ ഉള്ളൂ ഇതൊക്കെ. ഇത് പക്ഷെ അരിയോന്ന് എനിക്കൊരു സംശയമല്ല. മമ്മിക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുന്ന ഒരു രസമല്ലേ. അത്രയും മതി കേട്ടോ. മതിയോ? അത് മതി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നല്ലതാണെങ്കിൽ പിന്നെ അതെ, കുറേ കഴിച്ച് കുറേ വയറിളക്കം പിടിപ്പിക്കണ്ടല്ലോ. അരിഞ്ഞ് വെച്ചേക്കണത് തന്നെ ഫസ്റ്റിലാന്ന് നോക്കിയേ. അതിനാ മുഴുവൻ വലുതായിട്ട് ഇത് എന്നാണേലും നമ്മുടെ വയറ്റിലേക്കല്ലേ ചെല്ലുന്നത്. എന്നാലും കണ്ട, എന്ത് ചെയ്താലും നെഗറ്റീവ് കണ്ടുപിടിക്കും. അതുകൊണ്ടേ ഒന്നും ചെയ്യാം. നെഗറ്റീവ് അല്ല. അതൊക്കെ പറഞ്ഞു തരേണ്ട ഒരു അമ്മയുടെ കടമയാ. പിള്ളേർ നന്നായിട്ട് ചെയ്യാൻ പഠിക്കണം. ഓക്കെ ചെല്ലാം. ഇതെന്ത് ക്യൂട്ടാന്നൊക്കെ ഇവിടെ മറ്റേ ആട്ടും ഒരു പിങ്കിയ വാങ്ങാറുന്നല്ലേ നമുക്ക്? പറഞ്ഞില്ല. ആട്ടുകുഞ്ഞിന്റെ കൂട്ടാന്നല്ലേ? കത്തിക്കൊരു കത്തി വെച്ച് കുത്തുന്ന. ശരി, ഞാൻ പോവാ. ഇതുകൊണ്ടാണ് അടുക്കള കയറാത്തെ. ഒരു ചട്ടി കളക്ഷൻ ആകുമ്പോ അമ്മയ്ക്ക് ഉണ്ടടി പൊന്നു മോളെ. പക്ഷെ എന്റെ പൊന്നെ, ഇതിലാണ് ഇനി ഉണ്ടാക്കാൻ പോണേ. തോരാണ് ഉണ്ടാക്കാൻ പോണേ. അങ്ങ് മാറ്റിക്കളാ. ഇതിപ്പോ സാധാ തോരൻ വെക്കുന്ന പോലെ തന്നെയല്ലേ അമ്മ വെക്കുന്നേ? എന്താ മമ്മിയുടെ വെണ്ടയ്ക്ക കാണുമ്പോ തന്നെ നല്ല കളർഫുൾ. ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയതാ മമ്മി. ഇരുമ്പുണ്ടാവൂലോ അപ്പം? നോക്ക് കുട്ടി, നോക്ക് ഇപ്പൊ എടുക്കുന്നല്ലേ. ഉണ്ടോ? വാവ്, അടിപൊളി, കളർഫുള്ളാ, ടേസ്റ്റിയുമാണ് കേട്ടോ. ടേസ്റ്റ്. ഞാനേ ഇതിനകത്തുണ്ടല്ലോ പക്ഷേ ആ മൾബറിയുടെ ഇല, കുരുന്നില അരിഞ്ഞു. ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടു, കാന്താരി അരിഞ്ഞിട്ടു, ഇച്ചിരി ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു. തേങ്ങ ഇടണം കേട്ടോ. ആദ്യം കടുക് പൊട്ടിക്കാൻ ഉള്ളി എടുക്കാൻ മറന്നുപോയി. ഇതൊക്കെ കിട്ടി മകളെ. ഇത് ഓൺലൈൻ മേടിച്ച വെച്ചേ. മമ്മിയുടെ എണ്ണക്കുപ്പിയോ? എണ്ണക്കുപ്പി ഞാൻ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന. സാധനങ്ങളാണ് ഇതൊക്കെ ഇവിടെ കാണുന്നേ. എനിക്കൊരു അളവ് പാത്രം മേടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കുട്ടി. ഒരു 350 ml പാലെടുക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു കപ്പില്ലേ, കപ്പിനകത്ത് അളവുള്ള കപ്പില്ലേ, അത് വന്ന് ഞാൻ ചിലപ്പോൾ മേടിക്കുന്നുള്ളൂ കേട്ടോ. മമ്മി, ഇത് സാധാ തോരൻ വെക്കുന്ന പോലെ തന്നെ ഒരു പ്രത്യേകതയില്ല. അങ്ങനെ കടുക് പൊട്ടിച്ചു, ഉള്ളി ഇട്ടു, തന്നെ ഇത് ഇടുന്നു, ഇച്ചിരി തേങ്ങ കിറും വെച്ച് മിക്സിയിൽ ഒരു കിറും വെച്ചിട്ട് ഇടുന്നു. മിക്സിയിലൊന്നും ഇടുന്നില്ലെന്നേ. അയ്യോടാ, ചുമ്മാ ഇട്ടാ മതിയോ? പിന്നല്ലാണ്ട്. ഇതല്ലതാ. എന്താണ് മമ്മി അവിടെ ഉള്ളിയായിട്ടൊരു മൽപ്പിടുത്തം? ഉള്ളി എൻ്റെ കയ്യിൽ നിന്ന് ചാടി പോണു. വളരെ ലൈവായിട്ടുള്ള കുക്കിംഗ് ആണ് കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് അപ്പം തന്നെ ഉള്ളി അതിനകത്തേക്ക് എരിഞ്ഞിടുവാണ്. ഒന്നും പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയല്ല അല്ലേ അമ്മി? കരിവേപ്പിലയും കൂടി ഇടാം. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ് അല്ലേ? ഞാൻ കരിവേപ്പില നുള്ളി കയറി ഇടുള്ളൂ കേട്ടോ. എന്നാന്നറിയോ, കരിവേപ്പില വയറിൽ പോകാൻ വേണ്ടി. ഇവിടെ ചിലവർക്ക് തിരിഞ്ഞു കഴിക്കും, കറിവേപ്പില എടുത്ത് കളയും അല്ലേ? അതെ. അവര് പോലും അറിയാതെ അവരുടെ വയറ്റില് ഈ കറിവേപ്പില ചെല്ലണം. അതിന് വേണ്ടിട്ടാണ് മമ്മിയുടെ കുതന്ത്രങ്ങളാണ് ഇതെല്ലാം. രണ്ട് മുളകും കൂടെ വേണമെങ്കിൽ ഇടാമെങ്കിൽ ഓപ്ഷണൽ ആണ് അല്ലേ? ഇഷ്ടമുള്ളവർക്ക്, എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക്. നമ്മൾ പൊതുവെ എരിവ് കുറച്ച് കൂട്ടുന്നവരാ. പിന്നെ സദ്യയൊക്കെ ഉണ്ടാക്കുന്നവർ, ഹോട്ടലുകാരൊക്കെ എടുക്കണ പോലത്തെ പാത്രമില്ലേ? എനിക്ക് ഈ പാത്രം ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതിനകത്ത് നല്ല രസമാണ് ഉണ്ടാക്കാൻ. നല്ലതാണ് ഉണ്ടാക്കിയാൽ. നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പം. നല്ല ഇളക്കാനും എല്ലാത്തിനും നല്ലൊരു മതി. എൻ്റെ പൊന്നോ, ഒരു പാത്രത്തിന്റെ ഫീച്ചേഴ്സ് പറയണതാണ് ഈ കേൾക്കണത്. എത്ര നേരമായി ഇവിടെ ഓരോ പാത്രത്തിന് സ്പെഷ്യാലിറ്റി അല്ലേ മീ? ഒരെണ്ണം ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നത്, ഒരെണ്ണം UK കൊണ്ടുവന്നത്, ഒരെണ്ണം വഴിയരിയെന്ന് മേടിച്ചത്, ഒരെണ്ണം നമ്മുടെ ഇത് ഓൺലൈനിൽ മേടിച്ചാൽ വെച്ചാൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണതാ. ഒരു കുഴപ്പമില്ല, നല്ല സൂപ്പർ സാധനമല്ലേ? ആണോ? ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മേടിച്ചോട്ടോ. ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നല്ലതാണ് ഉണ്ടാക്കാനൊക്കെ. നല്ലൊരു എടുക്കണ ജിമ്മി വല്ലതും. ഏതാ ഇതോ? ഇതിന് ഒത്തിരി കനമൊന്നുമില്ല. ഇത് ലൈറ്റ് വെയിറ്റ് അല്ലേ? സാധാരണ ഇരുമ്പിന്റെ ചട്ടികൾക്കെല്ലാം ഭയങ്കര കനമല്ലേ? പക്ഷെ ഇത് ലൈറ്റ് വെയിറ്റ് അല്ല. ഇത് ഇരുമ്പാ, മറ്റേത് കാസ്റ്റ് അയൺ അല്ലേ? കാസ്റ്റ് അയണിന് വെയിറ്റ്. ഇതിന് വെയിറ്റ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല.
വിജയശ്രീലാളിതിയായി നിൽക്കണം. ഹാഫ് കുക്കഡ് ആമി നല്ലത്. നല്ലതാണ്. അതിൻ്റെ ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിനകത്ത് ഒരല്പം തേങ്ങ ഇടും. അല്പമല്ല, ഇച്ചിരി ഇടാം. തേങ്ങയൊക്കെ നേരത്തെ കൊത്തിയെടുത്തിട്ട്, തേങ്ങ വെട്ടി പൊട്ടിച്ച് കൊത്തിയെടുത്തിട്ട് മിക്സിയിലടിക്കുക. ചിരണ്ടുന്ന പരിപാടി നിർത്തി നമ്മള്. നമ്മളെ ആധുനിക വനിതകൾ അതെ ചിരണ്ടൽ, തേങ്ങാ ചിരണ്ടൽ നിർത്തി കഴിഞ്ഞു. ഇത് എളുപ്പമാണ് കേട്ടോ. ഇട്ടേക്കാം അല്ലേ. എന്തിനാ ഇങ്ങനെ വെള്ളം കുടയുന്നേ? ഒരു ചാക്കലും വെള്ളം കുടഞ്ഞു കൊടുക്കാൻ നിർത്തണ്ട. ഒന്ന് അതിനകത്ത് വെള്ളം ചാടി. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങ് ഉണങ്ങിപ്പോകാതെ അത്രയൊക്കെ അപ്പോൾ തന്നെ ഞാൻ കഴുകി വെക്കണം, കൂട്ടി വെക്കരുത്. മമ്മി ഇതൊക്കെ എനിക്ക് ക്ലാസ് എടുത്ത് തരുന്ന കേട്ടോ. ആ അതെ അതെ, മക്കൾ അങ്ങനെയൊക്കെ പഠിക്കണം, അല്ലാതെ അവിടെ സൂക്ഷിച്ച് വെച്ചേക്കരുത്. മമ്മി, നമ്മൾ ഈ ബദാം വെള്ളത്തിലിട്ട് പൊളിച്ചില്ലല്ലോ. പൊളിച്ച് ശരിക്കും 2-3 ബദാം ഒരാൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തി കഴിയുന്ന നല്ലതല്ലേ മീ? പിന്നല്ലേ, എപ്പോഴും ഇങ്ങനെ ഫേസ്ബുക്കിലും മറ്റേ വാർത്ത, ഡെയിലി ഹണ്ട് വാർത്തയില്ലേ, അതിനകത്തൊക്കെ എപ്പോഴും ബദാമിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ നല്ലതാണ് ബദാം. അമ്മയുടെ ബദാമും ജാതിക്ക ചമ്മന്തിയും ഇരുമ്പിന്റെ ചട്ടിയും വെച്ച എന്തുട്ടായിരുന്നു? വെണ്ടയ്ക്കാക്കറി ഉണ്ടല്ലോ. ആ, വെണ്ടയ്ക്കാക്കറിയും പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി, അല്ല മൾബറിയുടെ ഇല, സ്ട്രോബെറിയിലാണല്ലോ എപ്പോഴും വയലിൽ വരുന്നത്. ആ, എന്താണെന്നറിയില്ല. അപ്പൊ ഇതെല്ലാം കൂടെ കഴിച്ച് വയറിളക്കം ഒന്നും പിടിച്ചിട്ടില്ലെങ്കിൽ നാളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. യെസ്, സൂപ്പറാന്ന് തോന്നുന്നു മീ കണ്ടിട്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, ഉപ്പുണ്ടോ നോക്കട്ടെ. നല്ല കേട്ടോ, ചെറിയൊരു മധുരമൊക്കെ ആയിട്ട്. സാധാരണ ചീരക്കറിയൊക്കെ വെക്കുമ്പോൾ ഒരു മുട്ട കുത്തി ഒഴിക്കാറില്ലേ, അതുപോലെ ഒരു മുട്ടയും കൂടെ കുത്തി ഒഴിച്ചപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ്. മുട്ട ഒഴിച്ചോ മീനകത്ത്? ഐ ലൈക്ക് വെരി മച്ച്. ഇഷ്ടമായോ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. മമ്മി എന്തിനാ ചട്ടിക്കകത്ത് കോരി ആ പാത്രത്തിൽ? എന്നാന്നറിയോന്നേ, ഇതിനകത്ത് ഇരുമ്പിയട്ടിയിൽ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ ഇത് കറുത്ത് വരും. പിന്നെ അതിന്റെ ന്യൂട്രീഷനൊക്കെ പോകും ഇങ്ങനെ വാടി വാടി. ഇതപ്പോൾ ഇങ്ങനെ കോരി എടുക്കുക ഞാൻ. എന്നിട്ട് വേറൊന്നും അല്ല കേട്ടോ, മമ്മിക്ക് ആ ബൗൾ യൂസ് ചെയ്യണം, അതല്ല കാര്യം. എന്നിട്ടുണ്ടല്ലോ ഇത് ഇതിനകത്ത് ഓവനകത്ത് വെക്കണതാ. ഇത് ജോയിക്കൊണ്ട് പാത്രം അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാലേ? ഓവനകത്ത് വെക്കണം. ഇത് എറണാകുളം ലുലുമാളിന്ന് മേടിച്ചതാ. ലുലുമാളിന്ന് മേടിച്ചാണോ? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഇതുണ്ടല്ലോ, ഇനി ഞാൻ കഴുകിയിട്ട് എണ്ണ തൂത്ത് ഉണക്കി എണ്ണ തൂത്ത് വെക്കും. ഞാനൊക്കെ ആണെങ്കിൽ ആ പണിയോ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിനാ ഈ ചട്ടി എടുക്കുന്നത്. അയ്യടാ, ഇതിനകത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇഷ്ടം പോലെ സ്പേസും ഉണ്ട്. ഒരു ഇതിന്റെ ഷേപ്പ് കൊണ്ടേ നമുക്ക് ഇളക്കാനൊക്കെ ഒരു നമ്മളൊരു മാസ്റ്റർ ഷെഫാന്നുള്ളൊരു ഫീല് വരൂല്ലേ നമുക്ക്? അല്ല സീരിയസ്ലി, നമ്മൾ ഈ ഹോട്ടലിൽ ചൈനീസ് ഡിഷ് ഒക്കെ ഉണ്ടാക്കുന്നവര് കണ്ടിട്ടില്ലേ? മുട്ടയും കൂടെ പൊരിച്ചിട്ടപ്പോഴാട്ടോ നല്ലത്. സൂപ്പർ. ഇതിൻ്റെ നടുക്കേക്ക് ഒരു മുട്ട കുത്തി ഒഴിച്ചു. നമ്മളങ്ങനെ ഈ ചീരയിലേയും ഒക്കെ മുരിങ്ങയിലേയും കറിയൊക്കെ ഒരു മുട്ടയും കൂടെ കുത്തി ഒഴിച്ചാൽ നല്ലതാട്ടോ. സോ ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ അങ്ങോട്ട് ചെയ്താലോ. അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് ആ ടേസ്റ്റ് അങ്ങ് ഇഷ്ടമായി. ഇന്ന് ഉണ്ടാക്കിയതുണ്ടല്ലോ, ജാതിക്ക ചമ്മന്തി, മൾബറി തോരൻ, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ മീൻ വറുത്തതൊക്കെ ഇരിപ്പുണ്ട് അവിടെ. പിന്നെ മോര്, തൈരുണ്ട്. തൈരും മീൻ വറുത്തതും ഇത്രയുണ്ട്. ഇത്രയും കറികളുണ്ട്. പോരെ? ഹാപ്പിയാണോ? ഇവിടെ മീൻ കറി ചട്ടി ഉണ്ടോ? ഇതൊരു പ്രത്യേകതയുള്ള ചട്ടിയാണ്. ഇതുണ്ടോ? ഇതെനിക്കിഷ്ടമുള്ള കേട്ടോ. മീൻ വറക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. കുരുമുളകൊക്കെ പിടിച്ചിരിക്കണതാ. കുരുമുളക് ഒക്കെ ഉണ്ടോ? ഈ ചട്ടി എനിക്കിഷ്ടം. പക്ഷെ നല്ല വിലയാണ് കേട്ടോ ഇതിന്. അതിന് എത്ര രൂപ? 1600 എങ്ങാണ്ടായി. എൻ്റെ അമ്മോ. മമ്മിയുടെ വേറൊരു ചട്ടി കാണിച്ചു തരാം. എൻ്റെ മമ്മി നാഗവല്ലി പോലെ ആയാ? ഇളക്കത്താലി, മാങ്ങാമാല, വൻ സ്ഫോടനം. അടുക്കളയിൽ വൻ സ്ഫോടനം. അത് വേറൊരു ചട്ടി. നല്ലതാണോ? സൂപ്പർ. ഇതിന് പക്ഷെ നല്ല വിലയായതാ. നല്ല വെയിറ്റ് ഉള്ളതാട്ടോ. ഇതിന് എന്നാ വിലയായി? ഇതിന് നല്ല വിലയായതാ. ഇതെന്താ ഇത് സ്റ്റീലാണോ? ആ, ഇത് സ്റ്റീലാ. സ്റ്റീലിനൊക്കെ ഇത്രയും കാലം ഉണ്ടോ? ഇതങ്ങനെ ചോട്ടി പിടിക്കൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പിന്നെ പിടിയൊന്നും ചൂടാവില്ല. നല്ലതാ. അതിനകത്ത് തോരൻ കറിയോ ചാറ് കറിയോ എന്ത് വേണേലും വെക്കാം. ഇതുമൊക്കെ ഏകദേശം ഒരേ മോഡലാ. ആ, മീൻ വറക്കാനുള്ള ചട്ടി അല്ലേ? ഈ ചട്ടിക്ക് ഭയങ്കര വിലയാ. 2000 മിച്ച 2500 അങ്ങനെ ഉണ്ടായി. എൻ്റെ മമ്മി പാത്രത്തിന് എന്തിനും പൈസ മേളാനേ? ആദ്യമായിട്ട് എത്ര വിലയുടെ പാത്രമൊക്കെ മേടിച്ചത്. ഇതൊക്കെ നല്ലതല്ലേ? ഇനി മേടിക്കണമെന്നില്ല. ഇതൊക്കെ ആയുഷ്കാലം മക്കളുടെ കാലത്തൊക്കെ ഉള്ളതായത്. പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് ഇത് പിതൃസ്വത്ത അല്ല, മാതൃസ്വത്താണ് ഈ കാണുന്നത്. ഇത് അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ളതാ. അതെ.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം അല്ലേ മീ? യെസ്, ഞങ്ങള് ഉച്ചയായി, ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കാം. നമ്മൾ രണ്ടുപേരും ഉള്ളു വീട്ടില്. അതെ, അതുകൊണ്ടാണ് ഇന്ന് പച്ചക്കറികൾ ഉണ്ടാക്കിയത്. വേറെ ആരും പച്ചക്കറി കഴിക്കുമോ? ഡാഡി കൂട്ടും, ചിക്കു കൂട്ടില്ലെന്നേ ഉള്ളൂ. ഡാഡി കൂട്ടണം കേട്ടോ. ഡാഡി കുറച്ചൊക്കെ കൂട്ടും, എന്നാലും നോൺ വെജ് ആണ് കൂടുതൽ ഇഷ്ടം അല്ലേ? ഡാഡി പച്ചക്കറിയോടൊക്കെ ഇഷ്ടം. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, ബൈ. ക്യാമറ ക്ലോസ് ചെയ്യാം. ബാ.